അപ്പൊ ഈ ഞങ്ങളുടെ വീട്ടിലൊരു കുരിശുവര പായ ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ നിലത്തിരുന്നാണല്ലോ ഇപ്പൊ കുരിശു വരയ്ക്കുന്നത്. അപ്പൊ ഈ പായ കുരിശുവരയ്ക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല. അതിങ്ങനെ മടക്കി വെച്ചേക്കും. കുരിശു വരയ്ക്കുമ്പോൾ നമ്മൾ ഇടും, ഇരിക്കും. കുരിശു വരയ്ക്കാൻ തുടങ്ങാമെന്ന് പറയാം. അപ്പൊ ഉള്ളത് പറഞ്ഞാൽ നമുക്കെല്ലാം മടിയുണ്ടല്ലോ കുരിശു വരയ്ക്കാനെന്ന്. അപ്പൊ നമ്മൾ എന്തിനറിയാം, വിഷയം ഡൈവേർട്ട് ചെയ്യും, എന്തെങ്കിലും വിഷയം എടുത്തിടും, എന്നിട്ട് സംസാരം തുടങ്ങും. ഈ പറഞ്ഞ ആ പിള്ളേരുടെ ഒക്കെ അവസ്ഥയായിരുന്നല്ലോ നമ്മളൊക്കെ. അപ്പൊ പിന്നെ നമ്മൾ പറയുമ്പോൾ ഉടനെ അപ്പനും അമ്മയും കൂടുന്നു, പെങ്ങൾ സംസാരിക്കുന്നു. ഇങ്ങനെ കുറെ സംസാരം കഴിയുമ്പോൾ ഫാമിലി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിയുമ്പോൾ പറയും എന്നാ നമുക്ക് കുരിശു വരയ്ക്കാം. അപ്പൊ ഒന്ന് നമ്മള് ഭയങ്കരമായിട്ട് അങ്ങ് തുറന്നു സംസാരിച്ചു. ഈ സംസാരിച്ച സാധനങ്ങളൊക്കെ ഇനി പ്രാർത്ഥനയുടെ നേരത്തെ തലയിൽ വരും. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയമായി. കാരണം അമ്മ പറഞ്ഞു ഇന്ന് രാവിലെ തൊട്ടൊരു നടുവേദനയുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കാൻ എനിക്ക് വിഷയമായി. എനിക്ക് എന്റെ അമ്മയുടെ നടുവേദന പ്രാർത്ഥനയായി. പെങ്ങള് പറയാണ് നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അത് സംസാരത്തിന് നേരത്തെ അറിഞ്ഞത്. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയം കിട്ടി. അപ്പൻ അടുത്ത ആഴ്ച തിരിച്ചു പോകാതായി. അപ്പൊ അപ്പം പോകുമ്പോൾ അതിന്റെ സങ്കടമുണ്ട്. ആ സങ്കടവും പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയം കിട്ടി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെ അടിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കരുത്. അവർ മിണ്ടട്ടെ. മിണ്ടി എല്ലാം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് മതി, നമുക്ക് അല്പം നേരം പ്രാർത്ഥിച്ചാലോ. അപ്പൊ അവര് വരും. കാരണം അവർ കഴിഞ്ഞു, റിലാക്സ്ഡ് ആയി, അവർ ലൈറ്റ് ആയി. അപ്പൊ അവരെ വിളിച്ച് പിന്നെ നമുക്ക് പ്രാർത്ഥിച്ചാലോ, കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരിക്കും തോന്നുന്നു. എനിക്കറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയാം. വളരെ സത്യം, വളരെ സത്യം. യെസ്. പിന്നെ അവരോട് തന്നെ ചില പ്രാർത്ഥനകൾ അവരോട് തന്നെ അത് അടിപൊളിയാണ്, അത് ചെയ്യിക്കണം കേട്ടോ.